I present to you my friend, India's friend, the President of the United States of America, Mr. Donald Trump. हम सब खड़े होकर के नमस्ते ट्रम्प. നമസ്തേ. ഛത്തീസ്ഗഡ് വിഷയം കേരളത്തിൽ കത്തിയിരുന്നപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് 25% പ്ലസ് 25% ബാക്ക് ടു ബാക്ക് താരിഫ് നൽകിയത്. ഈ നേതാവെന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ട്രംപിന്റെ പൊളിറ്റിക്കൽ പാർട്ടി BJP-യുടെ പോലെ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. തീവ്ര ദേശീയത, ജാതി, മതം, സ്വേച്ഛാധിപത്യം, യാഥാസ്ഥികത, പിന്നെ ട്രഡീഷണൽ വാല്യൂസിന് മേലുള്ള ഓവർ കൺസേൺസ്. തീവ്ര വലതുപക്ഷ പാർട്ടി ആയതുകൊണ്ട് മാത്രമല്ല, മോദി ട്രംപിന്റെ ഒറ്റ സുഹൃത്താണ്. ഇന്ത്യക്ക് തീരുവ ചുമത്തുന്ന സമയത്ത് പോലും അദ്ദേഹം അത് വ്യക്തമാക്കിയിരുന്നു. കുറച്ച് ബോധം വിചാരിച്ചത് 2025 ജൂൺ 20 നമ്മുടെ മോദിയുടെ പിന്തുണയോടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം 50% തീരുവ ചുമത്തി. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ്റെ ഭാഗമായി, ശ്രദ്ധിക്കുക, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ, മിക അല്ല, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, മക, ഇന്ത്യ ഭാഗമായി. अमेरिका की भाषा में कहूं तो विकसित भारत का मतलब मेक इंडिया ग्रेट अगेन, यानी मिगा. MAGA, മക, അല്ലെങ്കിൽ അമേരിക്കൻ ഫസ്റ്റ് എന്ന് വ്യാപാര നയം കാരണം ഫെബ്രുവരി 1 കാനഡയ്ക്ക് താരിഫ് ചുമത്തിയാണ് തുടക്കം. പക്ഷേ ശരിക്കും എല്ലാ രാജ്യത്തിനും ഏപ്രിൽ 2 ഒരു വലിയ ബാനർ പിടിച്ചുകൊണ്ട് വന്നു. എല്ലാവരും വിചാരിച്ചതുപോലെ ചൈനയായിരുന്നു ലിസ്റ്റിൽ ഒന്നാമത്. ട്രംപ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും 50% തീരുവ ചുമത്തി. എന്നിട്ട് 6 ദിവസത്തിനെ ട്രംപ് വിമോചന ദിനം, ലിബറേഷൻ ഡേ എന്ന് വിളിച്ചു. ബെസ്റ്റ് ഫ്രണ്ടായ ഇന്ത്യക്കും കിട്ടി കൈനിറച്ച്. അതിനുശേഷം ഒരു കൊടുങ്കാറ്റടിച്ചെന്ന് വിചാരിച്ച എല്ലാവരും. റിസഷൻ, ട്രേഡൊക്കെ തീർന്നു എന്ന് വിചാരിച്ച ആകെ ബഹളം. 10 ട്രില്യൺ ലോസ് വരുമെന്ന് രാജ്യങ്ങൾ വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഏപ്രിൽ 9 തൊട്ട് ജൂലൈ 8 വരെ 90 ദിവസത്തിലേക്ക് താരിഫുകൾ ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ചു. അമേരിക്ക ഗ്രേറ്റ് ആക്കാൻ വേണ്ടി 90 ദിവസത്തിനുള്ളിൽ 90 ഡീലുകൾ സൈൻ ചെയ്യുമെന്ന് പുള്ളി പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും അവസാന തീയതി അടുത്തപ്പോൾ ഓഗസ്റ്റ് 1 എന്ന പുതിയ സമയപരിമിതി അദ്ദേഹം പ്രഖ്യാപിച്ചു. ശരിക്കും ഒരു രാജ്യം വേറൊരു രാജ്യം തമ്മിൽ ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ നാളുകളും വർഷങ്ങളും എടുക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞിടയ്ക്ക് ഇന്ത്യയും UK-യുമായി ഒരു ഡീല് നടന്നു. അത് നെഗോഷിയേറ്റ് ചെയ്യാൻ മാത്രം എടുത്തു 3 വർഷം. അതുപോലെ ട്രേഡ് ഡീല് അങ്ങനെ എടുപിടിയെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എല്ലാ സെക്ടറുകൾ വിശദമായി പഠിച്ച്, പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച്, ഇനി ഉണ്ടാകുമെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് വിശദമായി പഠിച്ച്, അതുപോലെ ഓരോ കാര്യങ്ങളും വിശദമായി പഠിച്ചാണ് ഒരു ട്രേഡ് ഡീല് വേറൊരു രാജ്യം മറ്റൊരു രാജ്യം തമ്മിൽ ഉണ്ടാകുന്നത്. പക്ഷെ ഡൊണാൾഡ് ട്രംപ് എല്ലാം ഇടിപിടിയിൽ നടത്താൻ താല്പര്യമുള്ള ആളാണ്. പിന്നെ ട്രംപിൻ്റെ താരിഫ് ലിസ്റ്റിലുണ്ടായിരുന്ന പല രാജ്യങ്ങൾക്കും USA-യുമായി പണ്ട് തൊട്ട് വ്യാപാരത്തിന് താല്പര്യമുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, അതുകൊണ്ട് ആ രാജ്യങ്ങൾക്ക് ഗുണമേ ഉള്ളൂ. കാരണം അത് ചെയ്യുന്നത് കൊണ്ട് $, ആ രാജ്യത്തിലേക്ക് വരുന്നു. അത്രയും സ്ട്രോങ് ആകും ആ രാജ്യത്തിൻ്റെ ഫോറിൻ റിസർവ്സ്. അത്രയും നല്ലതാണ് ആ രാജ്യത്തിൻ്റെ കറൻസിക്ക്. അത്രയും നല്ലതാണ് ആ രാജ്യത്തിൻ്റെ എക്കണോമിക് പ്രോസ്പെക്ട്സിന്. അതുകൊണ്ട് തന്നെയാണ് വീണ് കിട്ടിയ അവസരം എല്ലാ രാജ്യവും മുതലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനിടയ്ക്ക് അമേരിക്കയുടെ പ്രഷറിൽ പല രാജ്യങ്ങളും ട്രേഡിൽ സൈൻ ചെയ്തു. എങ്കിലും അമേരിക്ക എന്ന വൻ ശക്തിയുമായി ബന്ധം സ്ഥാപിക്കാൻ കിട്ടുന്ന അവസരം കളയാൻ താല്പര്യമില്ല ഒരു രാജ്യങ്ങൾക്കും, എന്തൊക്കെ എതിർപ്പുണ്ടെങ്കിലും. ജപ്പാൻ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, പോട്ട്, യൂറോപ്യൻ യൂണിയൻ പോലും അമേരിക്കയുമായി ട്രേഡിൽ സൈൻ ചെയ്ത്. അതിൻ്റെ ഇടയിൽ ട്രംപിന് വേണ്ട കാര്യങ്ങൾ അമേരിക്കൻ രീതിയിൽ അവർ ഓൾറെഡി നേടിയെടുത്തു കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ആ ട്രേഡ് ഡീലിന് ശ്രമിച്ചു ഈ ദിവസത്തിൻ്റെ ഇടയിൽ, പക്ഷെ നടന്നില്ല. ട്രംപ് ഓഗസ്റ്റ് 1 വരെയാണ് ടാരിഫുകൾ പോസ് ചെയ്തത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ട്രേഡ് ഡീല് നടക്കാത്ത
70 രാജ്യങ്ങൾക്ക് വേണ്ടി ട്രംപ് ഒരു റിവൈസ്ഡ് താരിഫ് കൊണ്ടുവന്നു. അതിൽ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതമുണ്ടായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കുക, ഇത്തവണ ചൈനയുമായി കളിക്കാൻ അമേരിക്കയ്ക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ട്രേഡ് ഡീല് സൈൻ ചെയ്തില്ലെങ്കിലും ചൈനയുടെ പേര് ലിസ്റ്റിലില്ലായിരുന്നു. ട്രംപ് ആദ്യത്തെ ലിസ്റ്റ് പോസ്റ്റ് ചെയ്തപ്പോൾ ചൈനയെ വെറുതെ വിട്ടില്ല. പണ്ട് തൊട്ട് അമേരിക്കയും ചൈനയുമായുള്ള സ്നേഹബന്ധം നിങ്ങൾക്കറിയാം. ആ രാത്രി തന്നെ 145% താരിഫ് നൽകി ചൈനയ്ക്ക്. പക്ഷെ ചൈന വിട്ടുകൊടുത്തില്ല. ഓൺ ദ സ്പോട്ടിൽ പകരത്തിന് പകരം വിളിച്ചു ചൈന. അവർ വിട്ടുകൊടുത്തില്ല. ട്രംപിന്റെ കളി ചൈനയോട് മാത്രം നടന്നില്ല. അമേരിക്ക 10 വിളിച്ചപ്പോൾ ചൈന 20 വിളിച്ചു. ലേലം വിളിക്കുന്ന മാതിരി. ചൈനയും അമേരിക്കയുമായി നടന്നുകൊണ്ടിരുന്ന വ്യാപാരം കുറച്ച് ദിവസത്തേന് നിർത്തിവെക്കേണ്ടി വന്നു. പല കമ്പനിയുടെ ബിസിനസ് റൂട്ട് മാറ്റി വെക്കേണ്ടി വന്നു. ചില ചൈനീസ് ഫാക്ടറികൾ നിർത്തിവെക്കേണ്ട വക്കിൽ വരെ എത്തി. ചില അമേരിക്കൻ ഇറക്കുമതിക്കാർ ബാങ്ക്രപ്സിയുടെ വക്കിൽ വരെ എത്തി. കാരണം എന്തൊക്കെ പറഞ്ഞാലും താരിഫുകൾ അടയ്ക്കുന്നത് അമേരിക്കൻ കമ്പനികളും ഉപഭോക്താക്കളുമാണ്. ചൈനയും ചൈനയുടെ ബിസിനസ്സുകളും ട്രംപിന്റെ പകരച്ചുങ്കത്തിനായി മുമ്പേ തയ്യാറായിരുന്നു. പക്ഷേ അമേരിക്കൻ ബിസിനസ് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ചൈനയുടെ ഒരു ഡൈവേഴ്സിഫൈഡ് എക്കണോമി ആയതുകൊണ്ട് ചൈനയ്ക്ക് $145 ബില്യൺ ഇറക്കുമതി ഇല്ലാതെ തന്നെ ജീവിക്കാൻ കഴിയും. എന്നിരുന്നാലും അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന $440 ബില്യൺ വില വരുന്ന മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്ട്സ് മാറ്റിസ്ഥാപിക്കുക എന്ന് പറയുന്നത് അമേരിക്കൻ ബിസിനസ്സുകളെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. അമേരിക്കൻ ബിസിനസ്സുകളെ സംബന്ധിച്ച് ഈ തീരുമാനം വളരെ വേദനാജനകമായിരുന്നു. അതുകൊണ്ടാണ് ആഴ്ചകൾക്കുള്ളിൽ ട്രംപ് പിൻവാങ്ങി ഒരു വഴി കണ്ടെത്താൻ ശ്രമിച്ചത് കാര്യങ്ങളൊന്ന് തണുപ്പിക്കാൻ. ചർച്ചകൾക്കായി US ഉദ്യോഗസ്ഥർ ചൈനീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചു. ഇരുപക്ഷവും ജനീവയിൽ കൂടിക്കാഴ്ച നടത്തി. മുൻപ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയും ചൈനയും ഒരു വ്യാപാര കരാറുമില്ലാതെ തന്നെ ചർച്ചകൾ അവസാനിപ്പിച്ചു. അമേരിക്കൻ സാധനങ്ങളുടെ തീരുവ 125% നിന്നും 10% കുറയ്ക്കാൻ ചൈന സമ്മതിച്ചു. കൂടാതെ 145% നിന്നും 30% തീരുവ കുറയ്ക്കാൻ അമേരിക്കയും സമ്മതിച്ചു. 90 ദിവസത്തിനു ശേഷം ചൈനയുമായി ഒരു വ്യാപാര കരാറും ഒപ്പിടാതിരുന്നിട്ടും അമേരിക്കയ്ക്ക് ചൈനയെ തൊട്ടുകളിക്കാൻ ധൈര്യമില്ല. ആത്യന്തികമായി അമേരിക്കൻ ബിസിനസ്സുകൾ കഷ്ടപ്പെടുമെന്ന് ട്രംപിനറിയാം. ഇനി ചൈനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ബെസ്റ്റ് ഫ്രണ്ടായ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. തുടർച്ചയായി 25+25 മൊത്തത്തിൽ 50% താരിഫുകൾ ലഭിച്ചു. കൂടാതെ റഷ്യൻ എണ്ണയും ആയുധങ്ങളും മേടിക്കുന്നതിന് പിഴകൾ വേറെ. അതൊന്നും പോരാഞ്ഞിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ചത്ത സമ്പദ് വ്യവസ്ഥയെന്നും വിളിച്ചു. നരേന്ദ്രമോദി നയിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മുൻ സുഹൃത്തായ ട്രംപ് ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് വിളിച്ച് അപമാനിച്ചു. എന്തേ മോദി കാ പരിവാർ ട്രംപ് ബായിന്റെ അടുത്തുനിന്ന് ഇത് പ്രതീക്ഷിച്ചില്ലേ? ജയശങ്കറെ ഇറക്കി ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കാൻ വയ്യായിരുന്നോ? എന്തേ സംഘപരിവാർ വളരെ സൈലന്റ് ആയിരിക്കുന്നേ? നിങ്ങൾക്ക് ഷാഗയിൽ നിന്ന് 10 പിള്ളേരെ ഇറക്കി കൂവാൻ വയ്യായിരുന്നോ? ആസിം മുനീർ, പാകിസ്ഥാൻ ആർമി ചീഫ്, വൈറ്റ് ഹൗസ് വീണ്ടും സന്ദർശിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ട്രംപ് 2ാം തവണ അധികാരമേറ്റതിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആസിം മുനീർ ഇത് 2ാം തവണയാണ് വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നത്. എന്തേ മോദിക്ക് പരിവാറും സംഘപരിവാറും വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം ജോസഫ് പാംപ്ലാനി പിതാവിനെ വിളിച്ച് ഒരു അന്ത്യകൂദാശ നടത്താൻ വയ്യായിരുന്നോ? അല്ല, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പേടി വാങ്ങുന്നത് ബെസ്റ്റാ. ഇന്ത്യയെ പോലെ ചെറുതും ഒരു വികസിതമായ സമ്പദ് വ്യവസ്ഥയാണെങ്കിലും ഒരു രാജ്യത്തിന് അമേരിക്കയുടെ മുന്നിൽ സ്വന്തം താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന മികച്ച ഉദാഹരണമാണ് ബ്രസീൽ. ഡോളർ വിരുദ്ധ സഖ്യം രൂപീകരിക്കുന്നത് പോലുള്ള പൊതു ലക്ഷ്യങ്ങൾ പങ്കിടുന്ന ബ്രിക്സിന്റെ ഭാഗമാണ് ബ്രസീലും ഇന്ത്യയും. 50% തീരുവ ചുമത്തുമെന്ന് ഭീഷണിയുമായി ട്രംപ് ബ്രസീലിനെ പ്രഷറൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും അവരുടെ നേതൃത്വം നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ പോലെ
മൗനം പാലിച്ചിരുന്നില്ല. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ USA-യുമായി ചർച്ച നടത്തില്ല, ഈ ഭീഷണി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ബ്രസീലിന്റെ നേതൃത്വം തുറന്നു പറഞ്ഞു. ചൈനയെപ്പോലെ ബ്രസീൽ വളരെ ചെറിയ സമ്പദ്വ്യവസ്ഥയായിരുന്നിട്ടും അമേരിക്കയുടെ മുൻപിൽ ദേശത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചു. ബ്രസീലിന് ചൈനയെപ്പോലെ ഒരു വലിയ ഡൈവേഴ്സിഫൈഡ് എക്കണോമി ഒന്നുമില്ലായിരുന്നു അമേരിക്കയെ വെല്ലുവിളിക്കാൻ. പക്ഷേ അവർ പ്രതികരിക്കേണ്ട രീതി തന്നെ പ്രതികരിച്ചു ട്രംപിനോട്. നമ്മുടെ നയാ ഭാരതത്തിൽ ട്രംപ് ഏറെക്കുറെ ഒരു 30 പ്രാവശ്യം ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ പാക് യുദ്ധം ട്രംപാണ് നിർത്തിയെന്ന്. അത് മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയെന്നും വിളിച്ചു. പിന്നെ ബാക്ക് ടു ബാക്ക് താരിഫുകളും. എന്നിട്ടും നമ്മുടെ ദേശവും മോദിക്ക് പരിവാറും നിശബ്ദത പാലിക്കുന്നു. ആത്യന്തികമായി ബ്രസീലിന് മുമ്പിൽ അമേരിക്കയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണ് റിവൈസ്ഡ് താരിഫ് പ്ലാനുകളുടെ അകത്ത് 50% താരിഫ് നൽകിയ ബ്രസീലിന് 10% താരിഫ് നൽകി കുറച്ചത്. പല രാജ്യങ്ങളും ട്രംപുമായി വ്യാപാര കരാർ ഒപ്പിട്ടു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ അവരുടെ രാജ്യത്തിനെ പ്രതിരോധിക്കുകയും ചെയ്തു. ട്രംപിന്റെ പുസ്തകമായ ദ ആർട്ട് ഓഫ് ഡീലിൽ പറയുന്നത് പോലെ, മൈ സ്റ്റൈൽ ഓഫ് ഡീൽ മേക്കിംഗ് ഈസ് ക്വൈറ്റ് സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. ഐ ആം വെരി ഹൈ ആൻഡ് ദെൻ ജസ്റ്റ് കീപ് പുഷിംഗ് ആൻഡ് പുഷിംഗ് ആൻഡ് പുഷിംഗ് ടു ഗെറ്റ് വാട്ട് ഐ ആം ആഫ്റ്റർ. സംടൈംസ് ഐ സെറ്റിൽ ഫോർ ലെസ് ദാൻ ഐ സോട്ട്, ബട്ട് ഇൻ മോസ്റ്റ് കേസസ് ഐ സ്റ്റിൽ എൻഡ് അപ്പ് വിത്ത് വാട്ട് ഐ വാണ്ട്. ഇത് ട്രംപിന്റെ ഒരു കുതന്ത്രമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ദേശ താല്പര്യം ട്രംപിന്റെ മുൻപിൽ അടിയറവ് പറയരുത്. ട്രംപ് ഇന്ത്യക്ക് നൽകിയ താരിഫിന്റെ തൊട്ടുപുറകിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ റിഫൈനറീസ് റഷ്യൻ ഓയിൽ മേടിക്കുന്നത് നിർത്തിവെച്ചു. ഈ വാർത്ത സത്യമാണെങ്കിൽ ഇനി അടുത്തത് എന്താ? ആയുധങ്ങൾ കൂടെ മേടിക്കുന്നത് നിർത്താനോ? ട്രംപിന് മുംബൈ വോർലിയിലും പൂനെ കല്യാൺ നഗറിലും ക്യാപിറ്റൽ സിറ്റിന്റെ അടുത്തുള്ള ഗുരുഗ്രാമിലെ ഗോൾഫ് കോഴ്സ് സെക്ടർ 65-ലെയും പിന്നെ കൊൽക്കത്തയിലും ട്രംപിന് റിയൽ എസ്റ്റേറ്റ് കച്ചവടമുണ്ട്. നിങ്ങൾക്ക് UP-യിൽ ഉപയോഗിക്കുന്ന ബുൾഡോസർ എടുത്തോണ്ട് ഇടിച്ചു വരുത്താൻ വയ്യായിരുന്നു ഇതൊക്കെ. ട്രംപ് ഇപ്പോൾ ഇന്ത്യയെ വെച്ച് അമേരിക്കയ്ക്ക് പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ്. 2021 മുതൽ 2025 വരെ അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ ചരക്ക് വ്യാപാര പങ്കാളികളായി മാറി. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ USA-യുടെ പങ്ക് ഏകദേശം 18% അതേസമയം മൊത്തത്തിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തിന്റെ ഏകദേശം 11% 2024 മുതൽ 2025 വരെ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാരം $186 ബില്യൺ കയറ്റുമതി $86.5 ബില്യൺ ഇറക്കുമതി $45.3 ബില്യൺ ആയിരുന്നു. വ്യക്തമായും ട്രേഡ് ബാലൻസ് ഇന്ത്യയെ അനുകൂലിച്ചു. ഒരു അമേരിക്കൻ കാഴ്ചപ്പാടിൽ ട്രംപ് ചെയ്യുന്ന തെറ്റല്ല. കാരണം ട്രംപ് ഇന്ത്യയെ വെച്ച് അമേരിക്കയ്ക്ക് കൂടുതൽ പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന്, ഇന്ത്യ ചൈനയിൽ നിന്നും $120 ബില്യൺ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. പക്ഷേ അവർക്ക് $20 ബില്യൺ ഉൽപ്പന്നങ്ങൾ മാത്രമേ നമ്മൾ വിൽക്കുന്നുള്ളൂ. അതായത് ചൈന ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം $100 ബില്യൺ സമ്പാദിക്കുന്നു. ട്രംപിന്റെ ലക്ഷ്യവും ഇതുതന്നെയാണ്. ചൈനയെ പോലെ അമേരിക്കയും ഇന്ത്യയിൽ നിന്ന് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യൻ വിപണികൾ തുറന്നു കൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ട്രംപ് താരിഫ് പിൻവലിച്ചില്ലെങ്കിൽ ഈ മേഖലയാണത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ, ജെംസ് ആൻഡ് ജ്വല്ലറി, മറൈൻ പ്രൊഡക്ട്സ്, ലെതർ ആൻഡ് ഫുട്വെയർ, കെമിക്കൽസ്, മെഷീനറീസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഓട്ടോ പാർട്സ്, സ്റ്റീൽ ആൻഡ് അലൂമിനിയത്തെ അത് നേരിട്ട് ബാധിക്കും. ഇന്ത്യക്ക് US-നെ പ്രഷർ ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ താരിഫ് ബാധകമല്ല. ഈ വർഷം ട്രംപ് ഈ താരിഫുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ ഇന്ത്യയുടെ GDP 0.2% മുതൽ 0.5% വരെ കുറയുമെന്നും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച 6%-ൽ താഴേക്കാകുമെന്ന് മൊത്തത്തിലുള്ള സാമ്പത്തിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഓർക്കുക, $5 ട്രില്യൺ എന്ന സമ്പദ് വ്യവസ്ഥ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ വർഷാവർഷം സ്ഥിരമായി 8% വളർച്ചാ നിരക്ക് ആവശ്യമാണ്.
ഇന്ത്യയുമായി US എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ട്രംപിന്റെ പുസ്തകത്തിൽ വിവരിച്ചതുപോലെ, ട്രംപ് ഇന്ത്യനെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണ്. ട്രംപിന് നമ്മുടെ ബലഹീനതകൾ അറിയാം. ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യയുമായി ഏറ്റവും മികച്ച കരാർ ഒപ്പിടാൻ ശ്രമിക്കുകയാണ് ട്രംപ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് അദ്ദേഹം പറയാനിടയായി. രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന പിന്തുണച്ചു. ഉടൻ തന്നെ സംഘപരിവാറിൽ നിന്ന് ചോദ്യം ഉയർന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ട്രംപിനോടല്ല, രാഹുൽ ഗാന്ധിയോട്. ട്രംപിനെ ചോദ്യം ചെയ്യാനോ പാകിസ്ഥാൻ അനുഭാവിയെന്നോ വിളിക്കാൻ സംഘപരിവാറിന് ധൈര്യമില്ല. അദ്ദേഹം പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നുണ്ടെങ്കിലും ഓർക്കുക, അമേരിക്ക ഒസാമ ബിൻ ലാദനെ കണ്ടെത്തിയ അതേ സ്ഥലമാണ് പാകിസ്ഥാൻ. ട്രംപിന്റെ പ്രസ്താവനകൾ യാദൃശ്ചികമല്ല. പാകിസ്ഥാനെ അനുകൂലിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഇന്ത്യയെ അഭിമാനിക്കാനുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഇന്ത്യനെ പരസ്യമായി കുറ്റപ്പെടുത്തിയിട്ടും അപമാനിച്ചിട്ടും ഇന്ത്യയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് ട്രംപ്. എന്താണ് USA? ഒരു സെക്കൻഡ്. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ ആ സത്യം RSS തിരിച്ചറിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ RSS അമേരിക്ക ഭീകരവാദത്തിനോടൊപ്പമാണെന്നും ട്രംപ് ഏകാധിപതിയാകാൻ ശ്രമിക്കുന്നുവെന്നും RSS മുഖപത്രം ഓർഗനൈസറിൽ വിമർശനം. പിന്നെ അവിടെ കേട്ടത് ഒരു കൂട്ടക്കരച്ചിലാണ്. എന്തായാലും സംഘപരിവാറിന്റെ പ്രതികരണം വരുന്നുണ്ട്. ട്രംപ് വായിച്ചാൽ മതിയായിരുന്നു. എന്തായാലും ഞാൻ വിഷയത്തിലോട്ട് കടക്കട്ടെ. എന്തിനാണ് US ഇത് ചെയ്യുന്നത്? നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. നമുക്ക് $US വേണം. അമേരിക്കയുമായി നമുക്ക് വ്യാപാര മിച്ചമുണ്ട്, അതായത് ട്രേഡ് സർപ്ലസ്. അവരല്ലെങ്കിൽ പിന്നെ ആരായിട്ട്? നമ്മുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. അവിടെ നമുക്ക് $100 ബില്യൺ വ്യാപാര കമ്മിയുണ്ട്, അതായത് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അതായത് നമ്മൾ എല്ലാ വർഷവും ചൈനയ്ക്ക് $100 ബില്യൺ നൽകുന്നു. ട്രംപിന് നല്ല വൃത്തിക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഒരു ഡൈവേഴ്സിഫൈഡ് സമ്പദ് വ്യവസ്ഥയല്ല. നമുക്ക് ആ മോട്ടില്ല, നമുക്ക് ആ എക്സ്ക്ലൂസിവിറ്റി ഇല്ല. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ മേഖലകൾക്ക് ഇന്ത്യക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നിടത്ത് US താരിഫുകളൊന്നുമില്ല. ഇവ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റു മേഖലകളിൽ ട്രംപ് കനത്ത തീരുവകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. USA നമ്മുടെ കയറ്റുമതി 55% നോൺ എക്സംപ്റ്റ് മേഖലയാണ്. അതായത് 45 തൊട്ട് 45 ബില്യൺ മൂല്യമുള്ള സാധനങ്ങൾക്ക് 50% തീരുവ നേരിടേണ്ടി വരും. അതായത് കുറഞ്ഞത് 20 to 25 ബില്യൺ നഷ്ടം. ഏതൊക്കെ വ്യവസായങ്ങളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക? ജെംസ് ആൻഡ് ജ്വല്ലറി 10 ബില്യൺ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ 10.3 ബില്യൺ മറൈൻ പ്രൊഡക്ട്സ് 2.5 ബില്യൺ ലെതർ ആൻഡ് ഫുട്വെയർ 1 തൊട്ട് 2 ബില്യൺ നോൺ ഫാർമസ്യൂട്ടിക്കൽ മേഖലയുടെ കീഴിൽ വരുന്ന കെമിക്കൽസ് 5 തൊട്ട് 6 ബില്യൺ മെഷീനറി ആൻഡ് എക്വിപ്മെന്റ്സ് 9 ബില്യൺ ഓട്ടോ പാർട്സ് 7 ബില്യൺ ഈ മേഖലയിൽ 30 തൊട്ട് 30% പേരെ കോസ്റ്റ് ഡിസഡ്വാൻറ്റേജ് നേരിടേണ്ടി വരും. ആരാണ് ഈ വിപണികൾ ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്? വിയറ്റ്നാം, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയേക്കാൾ കുറഞ്ഞ താരിഫുകളാണ്. വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും അവിടേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇന്ത്യ അമേരിക്കയുടെ മേലിൽ താരിഫുകൾ ചുമത്തി പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ IT മേഖല തിരിച്ചടി നേരിടേണ്ടി വരും. വരുമാനത്തിനും കരാറുകൾക്കുമായി IT വ്യവസായം US-നെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഇത് ബാധിച്ചാൽ സൂററ്റ്, ലുധിയാന, ആഗ്ര തുടങ്ങിയ പ്രധാന തൊഴിൽ കേന്ദ്രങ്ങൾ സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വരും. എന്തായാലും ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന് സംഘപരിവാർ നിങ്ങളോട് പറഞ്ഞേക്കാം.
എന്നാൽ സത്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധൈര്യം പോലും ഭാരതം കാണിക്കുന്നില്ല. മലയാളം മാധ്യമങ്ങളിൽ പോലും പ്രചരിച്ച വ്യാജ വാർത്തയുടെ ഒരു ഉദാഹരണം ഞാൻ എടുത്തു കാണിക്കട്ടെ. ജമ്മു ആൻഡ് കാശ്മീരിൽ ലിത്യം കണ്ടെത്തി എന്നുള്ള അവകാശവാദം. പിന്നീട് മതിയായ ബിഡേഴ്സിന്റെ അഭാവം മൂലം, അതായത് ലേലക്കാരുടെ അഭാവം മൂലം, ജമ്മു കാശ്മീരിലെ ലിത്യം ബ്ലോക്കിനായുള്ള ലേലം മിനിസ്ട്രി ഓഫ് മൈൻസ് റദ്ദ് ചെയ്തു. ഔദ്യോഗികമായി നൽകുന്ന കാരണം ലിത്യം എക്സ്ട്രാക്ഷനും പ്രോസസ്സിങ്ങിനും സാങ്കേതിക വെല്ലുവിളികൾ നേരിടുന്നു. അതുപോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSI ഉത്തർപ്രദേശിൽ 3500 ടൺ സ്വർണം കണ്ടെത്തിയതായി അവകാശപ്പെട്ടിരുന്നു. പിന്നീട് യഥാർത്ഥത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ആകെ സ്വർണം ഏകദേശം 160 കിലോഗ്രാം മാത്രമെന്ന് GSI വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ തിരുത്തലുകൾ എന്തുകൊണ്ട് കാണിച്ചില്ല? കാരണം മോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ ഉയരാൻ പോകുമെന്ന് പ്രചരിപ്പിക്കാൻ അത്തരം വിവരങ്ങൾ ഉപയോഗിച്ചിരുന്നു. ബുള്ളറ്റ് ട്രെയിൻ, സ്മാർട്ട് സിറ്റികൾ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത്, എന്താണെങ്കിലും എല്ലാം അമിതമായി പ്രചരിപ്പിക്കുന്നു. നമ്മൾ ലോക നേതാക്കളായി മാറിയെന്ന് വരെ. ലോകം നരേന്ദ്രമോദിയോട് അസൂയപ്പെടുന്നു എന്ന് സംഘപരിവാർ മാധ്യമങ്ങൾ സന്തോഷത്തോടെ നിങ്ങളോട് പറഞ്ഞേക്കാം. മോദി മോദി വേണം എനിക്ക്, മോദി. ഗാന്ധി കുടുംബം ഇത്രയും നാളും നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കാൻ കാരണം ഗാന്ധി കുടുംബമാണ്. മോദി വേണം എനിക്ക്, മോദി. മോദി മാത്രം മതിയോ? മോദി നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? G20 നടത്തിയില്ലേ? താങ്കൾ ചോദിച്ചില്ലേ മോദി എന്ത് ചെയ്തെന്ന്? പണ്ട് അമേരിക്കൻ നമ്മളോട് ചോദിക്കുമായിരുന്നു താൻ ആരാന്ന്. ഇപ്പൊ നമ്മൾ അമേരിക്കയോട് ചോദിക്കുന്നു താൻ ആരാന്ന്. തനിക്ക് താൻ ആരാന്നറിയത്തില്ലേ? താൻ എന്നോട് ചോദിക്കൂ താൻ ആരാന്ന്. ഈ പയ്യനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട മാധ്യമങ്ങൾ ഒന്നെങ്കിൽ ഹിന്ദു മുസൽമാൻ, അല്ലെങ്കിൽ സർക്കാരിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിനോട് ചോദിക്കാം. ഇത് രണ്ടുമല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ എന്റർടൈൻമെന്റ് ചാനലുകളായി മാറുന്നത് ഇതുപോലെ. ഹായ് നവിക ചേച്ചി, ഹായ് സ്മൃതി ചേച്ചി, വാവ് ഹായ് ചേച്ചി. വാ ചേച്ചി അകത്ത് വാ. നവിക ചേച്ചി ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയും അതും ഒരു രാഷ്ട്രീയ മാധ്യമ പ്രവർത്തക ആയതുകൊണ്ട് ചേച്ചി വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വറ്റലമുളകായിരിക്കും അല്ലേ? സ്മൃതി ചേച്ചിനെ രാഷ്ട്രീയ ലോകത്ത് വറ്റലമുളകെന്നല്ലേ വിളിക്കുന്നേ? യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ 80 കോടി ജനങ്ങൾ ഇപ്പോഴും റേഷനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ ജനങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പോലും കഴിയുന്നില്ല. ഉത്തരവാദിത്തമില്ല ആർക്കും. മുഴുവൻ കുറ്റം രാഹുൽ ഗാന്ധിക്കും നെഹ്റുവിനും നെഹ്റുവിന്റെ കുടുംബത്തിനും. എന്തായാലും മിനിറ്റിന് മൂഡ് മാറുന്ന ട്രംപിനെ പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏറ്റവും അടുത്ത് വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് പാർട്ണർ ആണെന്നും ഇന്ത്യയുമായി ഇനിയും തുറന്ന ചർച്ചയുണ്ടാകുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന എണ്ണയും ആയുധങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചതേ ഉള്ളൂ ട്രംപ്. പിന്നെ ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞല്ലേ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പാർലമെന്റിൽ നമ്മുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം കിട്ടിയില്ല. പക്ഷെ ട്രംപ് അതിന് കഴിഞ്ഞിടയ്ക്ക് ഉത്തരം നൽകി. നമുക്കതൊന്ന് കേട്ടുവരാം. With India, Pakistan, I think it was trade more than any other reason. That's how I got involved. I said, I don't want to be dealing with countries that are trying to blow up themselves and maybe the world. They're nuclear nations. That was a big one. Getting that one settled, I think you'd agree. That was a big one. And they were going at it. They were shooting airplanes out of the sky. 5 or 6 planes got shot down in their last little skirmish, and then it was going to escalate from there. And that could have gotten to be very, very bad. Now, I want to save a lot of lives. I love saving lives. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. നമസ്തേ.